സ്വാഭാവികമായിട്ടും പുരുഷന്മാരിൽ ശീഘ്രസ്ഖലനം കണ്ടുവരുന്നവർക്ക് ചിലർക്ക് യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഖലനം സംഭവിക്കുന്നു. പിന്നെ ഫോർപ്ലേ ഒരു ഘടകമാണ്. ഫോർപ്ലേ ചെയ്യാതെയാണ് ഇതിലേക്കൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ചയിലേക്ക് എത്താൻ കഴിയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശീഘ്രസ്ഖലനം അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് ചില സന്ദർഭങ്ങളിൽ ശീഘ്രസ്ഖലനം ഇല്ലാതെ ആവുന്നുണ്ട്. സ്ത്രീകൾക്ക് 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും ഉണർന്നു വരികയുള്ളൂ. അതിൽ ലൈംഗിക ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ കൂടി അവരുടെ എണ്ണത്തിൽ ഒരിക്കലും ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലേക്ക് എത്താത്ത ഒട്ടനവധി സ്ത്രീകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ എക്സ്ട്രാ ടൈം എന്നൊക്കെ പറഞ്ഞ് കോണ്ടം വരുന്നുണ്ട്. ഇത് അത്തരം കെമിക്കൽ അതിനകത്തുണ്ടാവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചികിത്സാ മാർഗ്ഗമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രീമിച്ചർ ഇജാക്കുലേഷനെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരം ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് കുന്നമംഗലം പന്തീർപ്പാടത്തെ ISRM ക്ലിനിക്കിൻ്റെ സ്ഥാപകനായ ഡോക്ടർ അജയൻ വർഗീസാണ്. ഹായ് ഡോക്ടർ. ഡോക്ടർ, ഈ പ്രീമിച്ചർ ഇജാക്കുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇത് ശീഘ്രസ്ഖലനം അഥവാ പ്രീമിച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് തൃപ്തി കിട്ടുന്നതിന് മുമ്പ് സ്ഖലനം സംഭവിക്കുന്നതാണ് ശീഘ്രസ്ഖലനം എന്ന് നമ്മൾ പറയാറില്ല, പ്രീമിച്ചർ ഇജാക്കുലേഷൻ എന്ന്. അതിന് ഡെഫിനിഷൻ വഴിക്ക് വരുമ്പോൾ 1 മിനിറ്റിൽ താഴെ അല്ലെങ്കിൽ എത്ര സ്ട്രോക്ക് അങ്ങനെയൊക്കെ പറയുമെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഭാര്യയ്ക്ക് തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ സമയം കണക്കിലെടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും പുരുഷന്മാരിൽ ശീഘ്രസ്ഖലനം കണ്ടുവരുന്നവർക്ക് ചിലർക്ക് യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഖലനം സംഭവിക്കുന്നു. അല്ലെങ്കിൽ യോനിക്കുള്ളിലേക്ക് കടത്തിയിട്ട് 2-3 സ്ട്രോക്ക് 3-4 തവണ മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കും സ്ഖലനം സംഭവിക്കുന്നു. ഇതൊക്കെയാണ് ശീഘ്രസ്ഖലനം. എന്നാൽ ഇതല്ലാതെ തന്നെ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവരിൽ അവർക്ക് 5-6 മിനിറ്റ് കിട്ടുന്നുണ്ട്, അവർക്ക് അവരുടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയായിട്ട് വരും. അത്തരം കേസുകളിൽ ശരിക്കും ചികിത്സ വേണ്ടത് പുരുഷനല്ല, സ്ത്രീക്കാണ്. സ്ത്രീക്ക് കൂടുതൽ സമയം വേണ്ടി വരുന്നു. അതാണ് ഇപ്പം നമ്മുടെ ടോപ്പിക്ക് തന്നെ ശീഘ്രസ്ഖലനവും അതിനോടനുബന്ധിച്ചുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ഇതിൽ പ്രതി ആരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലതിൽ സ്ത്രീ ആയിരിക്കും പ്രതികൾ. അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉണർവ് വരുന്നതിന് കൂടുതൽ സമയം എടുക്കുന്നു. ഇന്ത്യൻ ആവറേജ് 3 to 7 മിനിറ്റ്സാണ് അവർക്ക് ഈ സ്ഖലനത്തിൻ്റെ സമയം വേണ്ടത്. അത് പുരുഷന് 3 മുതൽ 7 മിനിറ്റ് വരെ കിട്ടിയാൽ അത് യോനിക്കുള്ളിൽ കടന്നതിന് ശേഷം അതാണ് ശരിയായ സമയം എന്ന് പറയുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 10 മിനിറ്റ് ആയാലും അതായത് ലൈംഗിക രതിമൂർച്ചയിലേക്ക് പോകാറില്ല. ആ കാര്യത്തിൽ സ്ത്രീകളെ ചികിത്സിക്കേണ്ടതുണ്ട്. പിന്നെ ഫോർപ്ലേ ഒരു ഘടകമാണ്. ഫോർപ്ലേ ചെയ്യാതെയാണ് ഇതിലേക്കൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ചയിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഫോർപ്ലേ ചെയ്ത് നല്ല രീതിയിൽ ഉത്തേജനം ഉണ്ടായി ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശീഘ്രസ്ഖലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് രതിമൂർച്ച ലഭിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പുരുഷനെ ചികിത്സിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സ്ത്രീയെ ചികിത്സിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കപ്പിൾ തെറാപ്പി വേണ്ടി വരുന്നതെന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി ഇതിനകത്തേക്ക് കടത്തുന്നതിന് മുമ്പ് തന്നെ, യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെയാണെങ്കിൽ പുരുഷനെ മാത്രം ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുകൂടാതെ കടത്തിയിട്ടൊരു 1 മിനിറ്റിനുള്ളിലൊക്കെ സംഭവിക്കുകയാണെങ്കിലും പുരുഷനാണ് ചികിത്സിക്കേണ്ടത്. സർ, ഈ പ്രീമച്ചുർ ഇജാക്കുലേഷൻ മാനസിക പ്രശ്നമാണോ അതോ ശാരീരിക പ്രശ്നമാണോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മളതിനെ വേർതിരിക്കുമ്പോൾ മാനസികമായിട്ടുള്ളൊരു ഘടകമുണ്ട്. അതായത് ഭയപ്പാട്, പെട്ടെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നുക, അങ്ങനെ പെട്ടെന്ന് ശുക്ലം പോകുന്നൊരവസ്ഥ ഉണ്ടാകുക, അത് ഒക്കെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് വരാം. പൊതുവെ ഇത് മാനസികമല്ല, ജനിതകമായിട്ടുള്ളൊരു ഘടകമാണ്. അതായത് തനിക്ക് ഇത് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ശുക്ലം പോയെന്ന് വരാം. മനസ്സ് അഥവാ ചിന്ത ഇതിനകത്തൊരു ഘടകമാണ്. അതിനകത്ത് ശുക്ലവിസർജനത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്നാകുന്നതിന് മനസ്സിൻ്റെ ചില പ്രശ്നങ്ങൾ അതിൽ പങ്കെടുക്കാറുണ്ട്. എന്നിരുന്നാലും ജനിതകമായിട്ടുള്ള ചില പ്രകൃതമാണ് ശീഘ്രസ്ഖലനത്തിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ചോദിക്കും ഇത് ജനിതകമാണെങ്കിൽ പിന്നെ ചികിത്സിക്കാൻ കഴിയുമെന്ന്. അങ്ങനെയല്ല, ഇതിന് 2 തരത്തിലുണ്ട്. ഒന്ന് ജനിതകമായിട്ടുണ്ട്, അത് അവർക്ക് തുടക്കം മുതലേ കാണാൻ കഴിയും, അവർക്കും ചികിത്സ വഴിക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും. 2, ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതായത് നല്ല രീതിയിലുള്ള സ്ഖലനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഖലനം കുറഞ്ഞു പോകുന്നു,
അല്ല സ്ഖലനത്തിൻ്റെ സമയം കുറയുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയം ഉണ്ടായിരുന്നു, നേരത്തെ നല്ല സമയം ഉണ്ടായിരുന്നു. എന്തോ അസുഖം ബാധിച്ചതിന് ശേഷം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ആ ശേഷിക്കുറവ് പ്രകടമാകപ്പെടുന്നത് ഇതിൽ കൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ഞരമ്പുകൾക്ക് പ്രശ്നം ഉണ്ടാകുക, തൈറോയിഡിന് പ്രശ്നം ഉണ്ടാകുക, മറ്റ് ഹോർമോണുകൾക്ക് പ്രശ്നം ഉണ്ടാകുക, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ശീഘ്രസ്ഖലനം രണ്ടാമതായി ഉടലെടുക്കുന്നതായി കാണാം. സാർ, ഈ വിവാഹത്തിൻ്റെ ഒക്കെ തുടക്ക സമയത്ത് പ്രീമച്വർ ഇജാക്കുലേഷൻ ഒക്കെ കണ്ടുവരാറുണ്ട്. അതൊക്കെ സാധാരണ ഒരു പരിധി വരെ അത് നേരത്തെ പറഞ്ഞ ആ പെർഫോമൻസ് ആങ്സൈറ്റിയുടെ പ്രശ്നമാണ്. അത് ചിലർക്ക് സ്ഖലനം സംഭവിക്കാത്ത അവസ്ഥ വിവാഹത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകാറുണ്ട്. അതും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. സർ, പ്രീമച്വർ ഇജാക്കുലേഷനൊക്കെ നമുക്ക് സ്ഥിരമായിട്ടൊരു ചികിത്സ ലഭ്യമാണോ? അല്ല, അതിൻ്റെ കാരണങ്ങളെ ആശ്രയിച്ചിരിക്കും അത്. പക്ഷേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിതകമായിട്ടുള്ള ഘടകമാണെങ്കിൽ അത് നമുക്ക് ബിഹേവിയർ തെറാപ്പിക്കിടെയൊക്കെ കുറച്ചൊരു മാറ്റം വരുത്താമെന്നുള്ളതല്ലാണ്ട് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ചില മരുന്നുകളിൽ കൂടെ രണ്ടു കൂട്ടർക്കും തൃപ്തി വരുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിലേക്ക് പോകാൻ കഴിയും. സർ, ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ കാര്യത്തിൽ വ്യായാമങ്ങൾക്കും പെരുമാറ്റ ചികിത്സകൾക്കൊക്കെ എത്രത്തോളം പങ്കുണ്ട്? അല്ല, അങ്ങനെയല്ല. അതായത് വ്യായാമത്തിനും പെരുമാറ്റ ചികിത്സകൾക്ക്, അതായത് ബിഹേവിയർ തെറാപ്പി, ഈ സ്റ്റോപ്പ് സ്റ്റാർട്ട് മെത്തേഡ്, അതൊക്കെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ടൊക്കെ പറയാം. അതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് വരാം. പക്ഷേ പ്രായോഗിക തലത്തിൽ കീഗൽ എക്സസൈസിന് നല്ല ഗുണം ചെയ്യാൻ കഴിയുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾക്കൊക്കെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായോഗിക തലത്തിൽ വലിയ ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ റിപ്പോർട്ട്. സർ, മരുന്നുകളൊക്കെ എത്രത്തോളം ഫലപ്രദമാണ്? മരുന്നുകൾ നല്ല രീതിയിൽ ഫലപ്രദമാണ്. അതായത് SSRI പോലെയുള്ള ചില ഗണത്തിൽപ്പെട്ട മരുന്നുകൾ ഇതിനിപ്പോൾ ഓൺ ഡിമാൻഡ്, അതായത് ബന്ധപ്പെടുമ്പോൾ 3 മണിക്കൂർ മുമ്പ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് ഗുണം ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഒട്ടനവധി കുടുംബങ്ങളുടെ ജീവിതം തിരിച്ചു പിടിച്ചതിൽ അത്തരം മരുന്നുകൾ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ശീഘ്രസ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള തൃപ്തി കിട്ടില്ല. അങ്ങനെ ലൈംഗികമായിട്ടുള്ള തൃപ്തി കിട്ടാത്ത സ്ത്രീകൾ എപ്പോഴും കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന, അവരെ സംബന്ധിച്ച് അവർ നിരാശാബോധത്തിലേക്ക് പോകും, കലഹം ഉണ്ടാവും. അതിനൊക്കെ ഈ SSRI ഗണത്തിൽപ്പെട്ട ഗുളികകൾ നല്ലവണ്ണം ഗുണം ചെയ്യുന്നുണ്ട്. അത്തരം ഗുളികകൾ ഡോക്ടറുടെ ഒരു നിർദ്ദേശം ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ? അത് ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും ഉപയോഗിക്കാത്ത ഗുളികകളാണ്. സർ, ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ ഒക്കെ ചില ഓയിൽമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് ഗുണം ചെയ്യാറുണ്ടോ? ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമച്വർ ഇജാക്കുലേഷൻ അവിടെ ഓയിൻമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ സെൻസേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യോനിക്കുള്ളിലേക്ക് ലിംഗം കടന്നു, ആ ഓയിൻമെൻറ്റ് പുരട്ടിയതോടുകൂടി അവിടെ സെൻസേഷൻ കുറഞ്ഞിരിക്കുകയാണ്. സെൻസേഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്ലം പോകുന്നതിന് കൂടുതൽ സമയം എടുക്കാറുണ്ട്. അപ്പോൾ ഓയിൻമെൻ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചികിത്സാ മാർഗ്ഗമാണോ എന്ന് ചോദിച്ചാൽ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ ഇപ്പോൾ മാർക്കറ്റിൽ പിന്നെ എക്സ്ട്രാ ടൈം എന്നൊക്കെ പറഞ്ഞ് കോണ്ടം വരുന്നുണ്ട്. ഈ എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞ് കോണ്ടം വരുന്നത് ഇത് തന്നെയാണ്. അതിനകത്ത് അത്തരം കെമിക്കൽ അതിനകത്തുണ്ടാവും. അപ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞരമ്പുകൾക്കൊരു മരവിപ്പ് വരും. പക്ഷേ ഇതിൽ ഈ ഓയിൻമെൻറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ യോനിയിലേക്ക് ഈ ഓയിൻമെൻറ്റ് ആകുകയാണെങ്കിൽ അവർക്കും ഒരു മരവിപ്പ് അനുഭവപ്പെടും. അപ്പോൾ രണ്ടു കൂട്ടർക്കും ലൈംഗിക ആസ്വാദനത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത അതിൽ കാണുന്നുണ്ട്. ഓയിൻമെൻറ്റും അതുപോലെ ഈ കോണ്ടമൊക്കെ ഒരു പരിധി വരെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം സമയം കൂട്ടിക്കിട്ടാൻ ആ രീതിയിൽ ഇത് വരികയും പിന്നെ ശരീരം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാനും കഴിയും. ഈ ഓയിൽമെന്റ് ഒക്കെ ഇപ്പോൾ കെമിക്കൽസ് തന്നെയാണല്ലോ, അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിന് വേറെ എന്തെങ്കിലും വേറെ ദോഷങ്ങൾ അല്ല. ഇതിൻ്റെ ആ ഒരു തരിപ്പ് പോലെ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ലോക്കൽ അനസ്തീഷ്യക്ക് ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ്. വേറെ സൈഡ് എഫക്ട്സ് ഒന്നും അതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് വരാറില്ല. ഈ ശീഘ്രസ്ഖലനം അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് അവിടെ വരുമ്പോൾ ഞങ്ങൾ സാധാരണ ചോദിക്കാറുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ ബന്ധപ്പെട്ടതിന് ശേഷം രണ്ടാമത് ബന്ധപ്പെടുമ്പോൾ സമയം കൂടുതൽ കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ രണ്ടാമത് ബന്ധപ്പെടുമ്പോൾ സമയം കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്കത് ബിഹേവിയർ തെറാപ്പി വഴിക്കും മരുന്ന് വഴിക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അന്നേരം ചില വ്യക്തികൾ പറയും എനിക്ക് രണ്ടാമത് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന്. അത് ലോങ് റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മരുന്നുകൾ കൊടുത്ത് അവർക്ക് ആ രീതിയിൽ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ അടുത്ത ചോദ്യം ഞങ്ങൾ ചോദിക്കാറുള്ളത് വുമൺ ഓൺ ടോപ്പ് പൊസിഷനിൽ, വുമൺ ആക്റ്റീവായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, മെന്നല്ല. അപ്പോൾ പുരുഷൻ താഴെ കിടക്കുകയും സ്ത്രീ മുകളിൽ കിടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സമയം കൂടുതൽ കിട്ടുന്നുണ്ടോയെന്ന്.
1% ആൾക്കാർ അങ്ങനെ സമയം കിട്ടുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റി അവിടെ ഇല്ലാതാകുമ്പോൾ അവർക്ക് സമയം കൂടുതൽ കിട്ടാൻ കഴിയും. അപ്പോൾ അവരിലും മാറ്റങ്ങൾ മെല്ലെ മെല്ലെ ബിഹേവിയർ തെറാപ്പിക്കിടെയും മറ്റു കാര്യങ്ങളിലേക്കിടെയും മരുന്നുകളിലേക്കിടെയും മാറ്റി വരുത്താൻ കഴിയും. പിന്നെയാണ് ഈ പറഞ്ഞത് കോണ്ടോ ഉപയോഗിക്കാറുണ്ടോ എന്ന്. കോണ്ടോ ഉപയോഗിക്കുമ്പോൾ ആ സെൻസേഷൻ കുറച്ച് ബ്ലോക്ക് ആവുന്നുണ്ടല്ലോ, അതാണ്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീക്രട്ട് സ്കല്ലിന് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് ചില സന്ദർഭങ്ങളിൽ സീക്രട്ട് സ്കല്ലിന് ഇല്ലാതെ ആവുന്നുണ്ട്. കാരണം അത് അവരുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ചിന്താഗതികൾ മാറുമ്പോൾ സീക്രട്ട് സ്കല്ലിനെതിരെ എല്ലാം കൺട്രോളിങ് അവിടെ നിന്നാണല്ലോ വരുന്നത്. സർ, ഈ പ്രീമച്വർ എജാക്കുലേഷൻ്റെ കാര്യത്തിൽ തന്നെ ശസ്ത്രക്രിയകൾക്കൊക്കെ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അതിപ്പോൾ പരീക്ഷണഘട്ടത്തിൽ മാത്രമാണ്. നേർവ് കട്ട് ചെയ്ത് അതിൻ്റെ സെൻസേഷൻ ഇല്ലാണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇതൊരു സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള റിസൾട്ട് അല്ല. എന്നാലും പരീക്ഷണം തുടർന്നുകൊണ്ടേ ഇരിക്കുമല്ലോ, അതാണ് വൈദ്യശാസ്ത്രം. സാർ, ഇപ്പോൾ പല സ്ത്രീകളും ലൈംഗിക ബന്ധത്തോടുള്ള ഒരു ആഗ്രഹക്കുറവ് കണ്ടുവരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ ഉള്ള ദമ്പതിമാരുടെ ഇതിലാണെങ്കിൽ തീർച്ചയായിട്ടും കാണും. കാരണം അവർക്ക് ലൈംഗികമായിട്ടുള്ള സംതൃപ്തി ലഭിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വീണ്ടും രണ്ടാമത് വരാനുള്ള ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അല്ലാത്ത സ്ത്രീകളിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോർമോണലോ ന്യൂറോണലോ വാസ്കുലാറോ, അതായത് ഹോർമോൺ കുറവുണ്ടായിട്ടുണ്ടാവാം, ഹോർമോണിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടാകും, ഞരമ്പ് സംബന്ധമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രക്തക്കുഴൽ സംബന്ധമായതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാം. പിന്നെ ഗർഭപാത്രത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇല്ലാതെ ഒരിക്കലും വരില്ല. സർ, സ്ത്രീകൾക്കും ലൈംഗിക ഉത്തേജന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചില സ്ത്രീകൾക്ക് 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും ഉണർന്നു വരികയുള്ളൂ. അതിൽ ലൈംഗിക ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ കൂടി അവരിൽ എന്നാച്ചിൻ്റെ ഒരിക്കലും ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലേക്ക് എത്താത്ത ഒട്ടനവധി സ്ത്രീകളുണ്ട്. അപ്പോൾ അതെന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണമൊന്നും കണ്ടുപിടിക്കാതെ അതിന് ചികിത്സയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം കണ്ടുപിടിച്ചാൽ തന്നെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നുള്ളതാണ്. പ്രസവശേഷം ഈ ലൈംഗിക ജീവിതത്തിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും? അതായത് കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്തിൽ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടും. അപ്പോൾ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയും. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ഇല്ലാണ്ടാവുമൊന്നുമില്ല. ലൈംഗികമായിട്ട് പ്രസവിച്ചതിന് ശേഷം എല്ലാഞ്ചിൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോഴും അതിന് മുമ്പ് തന്നെ 56 ദിവസം കഴിഞ്ഞ പോലെ ശരിക്കും നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് അത് ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. താരതമ്യേന പറയുമ്പോൾ പ്രൊലാക്റ്റിൻ കുറച്ച് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. കുട്ടിയോടുള്ള താല്പര്യം കൂടാൻ വേണ്ടിയിട്ടാണ് അത് തരുന്നത്. പിന്നെയുള്ള എന്നാച്ചിൻ്റെ യോനിയുടെ ഘടനയിൽ ചില സ്ത്രീകൾക്ക് മാറ്റം വരാറുണ്ട്. അപ്പോൾ എന്നാച്ചിൻ്റെ യോനി ലൂസായോ എന്നുള്ളത്, അങ്ങനെ ലൂസൊന്നും ആകുന്ന സാധനം അല്ല യോനി. എന്നിരുന്നാലും ശരി, അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ ലൈംഗികമായിട്ടുള്ളൊരു, അതായത് ഒരു ഭയപ്പാട്, ഞാൻ പോരാ എന്നുള്ളൊരു തോന്നൽ വരും. അതിന് ശരിക്കും അതൊരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സെക്സ് എഡ്യൂക്കേഷനാണ് അതിനകത്ത് ആവശ്യം. അതുകൂടാതെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എപ്പിസോട്ടമീറ്റ സ്റ്റിച്ച് അവിടെയൊക്കെ പഴുത്തിട്ടും അതുപോലെ ബന്ധപ്പെടുമ്പോൾ വേദന വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റു രീതിയിലുള്ള പ്രസവത്തിൻ്റെ കാഠിന്യം കൊണ്ട് പോസ്റ്റ്മോർട്ടം കാഠിന്യം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉള്ള ചില സ്ത്രീകളിൽ ലൈംഗികതയോട് വിമുഖത വരും. അതൊക്കെ കണക്കിലെടുത്ത് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ നൽകണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് പോകും. പലതരം ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഏത് സമയത്താണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? അവരുടെ പ്രശ്നം തുടക്കത്തിൽ തന്നെ കാണുന്നതാണ് നല്ലത്. അതല്ലാതെ എന്നാണെന്ന് വെച്ചാൽ അത് വെച്ച് മൂർച്ഛിച്ച് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഗുരുതരമായിട്ടല്ല, തുടക്കത്തിൽ തന്നെ കാണുകയാണെങ്കിൽ അത് നല്ലതാണ്. ഈ സീക്രട്ട് സ്കല്ലിന് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗമല്ല, ഒരവസ്ഥയാണെന്നുള്ളത് നമുക്ക് പറയാം. പക്ഷേ ഈ അവസ്ഥ കുടുംബജീവിതം തകർക്കുന്ന ഒന്നാണ്. എങ്ങനെ കുടുംബജീവിതം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ഒരു രതിമൂർച്ചയിലേക്ക് എത്തുന്നില്ല, പുരുഷനും രതിമൂർച്ചയിൽ എത്തുന്നുണ്ട്. അവിടെ ഒരു വ്യക്തിക്ക് ഗുണം കിട്ടുന്നു, മറ്റേ വ്യക്തിക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവർ കാലക്രമേണ ഇതൊരു കലഹത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും ആ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകാനും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സീക്രട്ട് സ്കല്ലിന് അനുഭവപ്പെടുന്ന വ്യക്തി സ്വമേധയാ ചികിത്സിക്കാൻ തയ്യാറാവുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സീക്രട്ട് സ്കല്ലിന് തന്നെ പല രൂപത്തിലുണ്ട്. അതായത് മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത്, അതിന് അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് തന്നെ പോകണം. ഇല്ലെങ്കിൽ അസുഖം കണ്ടുപിടിക്കപ്പെടാതിരുന്നാൽ വീണ്ടും ശേഷിക്കുറവിലേക്ക് പോകും, ഹാർട്ട് അറ്റാക്കിലേക്ക് പോകും, അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകും. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.